ദുഃഖവെള്ളി, കാൽവറിയിലെ കുരിശിൽ യേശു പിടഞ്ഞു മരിച്ച ദിവസം, യേശു രക്തസാക്ഷിത്വം വരിച്ച ദിവസമെന്ന് ചിലർ പറയും. യേശുവിന് നീതി നിഷേധിക്കപ്പെട്ട ദിവസമെന്നായിരിക്കും മറ്റു ചിലർ പറയുക. ഒരു നല്ല മനുഷ്യന്റെ ദാരുണമായ അന്ത്യമെന്നായിരിക്കും ഇനിയും ചിലർ പറയുന്നത്. പക്ഷെ വാസ്തവത്തിൽ എന്തായിരുന്നു സംഭവിച്ചത്? യേശുവിന് നൂറ്റാണ്ട് മുമ്പ് ജീവിച്ചിരുന്ന ദീർഘദർശികളുടെ പ്രവചനങ്ങളുടെ നിവൃത്തിയായിരുന്നു യേശുവിൻ്റെ കുരിശുമരണം. മനുഷ്യവംശത്തിൻ്റെ പാപപരിഹാരാർത്ഥമുള്ള ഒരു ബലിമരണമായിരുന്നു യേശുവിൻ്റേത്. പാപമോചനത്തിനായുള്ള ഒരു മഹാബലി എന്ന സങ്കല്പത്തിലൂടെ വിവിധ സമൂഹങ്ങളുടെ മതബോധത്തിൽ യേശുവിൻ്റെ നിഴൽ വീണു കിടന്നിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. തിരുവെഴുത്തുകളിൽ എഴുതപ്പെട്ടിരുന്നത് പോലെ യേശു വന്നു, എഴുതപ്പെട്ടിരുന്നത് പോലെ യേശു ജീവിച്ചു, എഴുതപ്പെട്ടിരുന്നത് പോലെ യേശു മരിച്ചു. എന്തിനായിരുന്നു ആ മരണം? ഉത്തരം വളരെ ലളിതമാണ്. ഞാനും നിങ്ങളും ഉൾപ്പെടെ സമസ്ത ലോകമനുഷ്യരും പാപികളായിട്ടാണ് പിറക്കുന്നത് തന്നെ. പിന്നെ നാം ചെയ്തു കൂട്ടുന്ന പാപങ്ങളും. പാപത്തിൻ്റെ വേതനമാവട്ടെ ആത്മമരണം അഥവാ നിത്യ നരകവും. ഓരോ മനുഷ്യനും ന്യായമായി അനുഭവിക്കേണ്ട ഈ മരണത്തിന് പകരമായിട്ടാണ് പാപരഹിതനായ യേശു മരിച്ചത്. മൃത്യുവിനെ പരാജയപ്പെടുത്തി ആ ദൈവപുത്രൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. പാപികളെ ശിക്ഷിക്കുവാനായല്ല, പകരം രക്ഷിക്കുവാൻ വേണ്ടി അവതരിച്ച, മരിച്ച, ഉയർത്തെഴുന്നേറ്റ ഈ ദൈവപുത്രനാണ് പാപമോചനത്തിനുള്ള ഏക മാർഗം. എനിക്ക് പകരമായി എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്ത് യേശു മരിച്ചു എന്ന് വിശ്വസിക്കുകയും യേശുവിനെ രക്ഷകനും കർത്താവുമായി ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയും മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടൂ. പാപത്തിൻ്റെ ശിക്ഷയായ നിത്യനരകത്തിൽ നിന്ന് നിങ്ങൾ ആ മാത്രയിൽ തന്നെ വിടുവിക്കപ്പെടും. ഈ അനുഭവം നിങ്ങളുടെ സൗഭാഗ്യത്തിലേക്കുള്ള കവാടമാണ്, നിത്യജീവനിലേക്കുള്ള വാതായനം. അതുകൊണ്ട് തന്നെ ഈ ദിവസം വിലപിക്കാനുള്ളതല്ല, ആരും ദുഃഖിക്കുകയും വേണ്ട. ഇത് സന്തോഷിക്കാനുള്ള ദിനമാണ്. അക്ഷരാർത്ഥത്തിൽ ഒരു ഗുഡ് ഫ്രൈഡേ. യേശുവിൻ്റെ കുരിശുമരണത്തിൽ അരങ്ങേറിയ കിരാതമായ സംഭവങ്ങൾ ചരിത്രത്തിൽ ഇതം പര്യന്തം സംഭവിച്ച കാര്യങ്ങളിൽ ഏറ്റവും ഹീനമായതാണ്. അനീതിയുടെയും അധാർമികതയുടെയും അതുല്യമായ ഉദാഹരണമാണ്. പ്രതീക്ഷകൾ അത്രയും തല്ലിക്കുഴിക്കപ്പെട്ട ഒരു ദിനമായിരുന്നു അത്. തിന്മ കൊടികുത്തി വാണ ഒരു ദിനം. എന്നാൽ യേശുവിൻ്റെ മരണം ഒന്നിൻ്റെയും അന്ത്യമായിരുന്നില്ല. സത്യത്തെ കൊല്ലുവാനും കല്ലറയിൽ തളയ്ക്കുവാനും പടക്കൂട്ടത്തിന് കഴിഞ്ഞു എന്നത് ശരിയാണ്. എന്നാൽ മൂന്നാം നാൾ പുലർച്ചയ്ക്ക് മരണത്തിൻ്റെ മരണമണി മുഴങ്ങി. സാത്താൻ്റെ തല തകർക്കപ്പെട്ടു. മനുഷ്യവംശത്തിൻ്റെ മോചനത്തിനുള്ള മാർഗമൊരുക്കിക്കൊണ്ട് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായുള്ള മഹാബലിയായിരുന്നു അവിടെ നടന്നത്. നമുക്ക് സ്വയം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ കഴിയുമായിരുന്നില്ല. നമ്മുടെ കരങ്ങൾ സമ്പൂർണമായും പാപപങ്കിലമായിരുന്നു. എന്നാൽ യേശു പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ചങ്ങലകൾ തകർത്തെറിഞ്ഞു, നമുക്ക് മോചനമാർഗമൊരുക്കി. ഈ ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിൽ നിങ്ങളുടെ ജീവിതം സമർപ്പിച്ച് ഈ നിമിഷം തന്നെ സമാധാനത്തിൻ്റെ അവകാശിയായി തീരുക.
വെടിഞ്ഞു പാപികൾക്കായി പ്രാണനെ നൽകി. സ്വന്ത ജീവൻ ക്രൂശിൽ വെടിഞ്ഞു പാപികൾക്കായി പ്രാണനെ നൽകി. പാരെങ്ങും പരമോന്നതൻ നീ, പാപികൾക്കാശ്രയവും നീ. പാരെങ്ങും പരമോന്നതൻ നീ, പാപികൾക്കാശ്രയവും നീ. പാപികൾക്കാശ്രയവും നീ. സ്വന്ത ജീവൻ ക്രൂശിൽ വെടിഞ്ഞു. ആഹാ ഹല്ലേലൂയാ, ആഹാ ഹല്ലേലൂയാ, ആഹാ ഹല്ലേലൂയാ, ആഹാ ഹല്ലേലൂയാ, ആഹാ ഹല്ലേലൂയാ. പാപമറ്റ ജീവിതം കാട്ടി പാരില്ലാത്മപാത തുറന്നു. പാപമറ്റ ജീവിതം കാട്ടി പാരില്ലാത്മപാത തുറന്നു. പാണികളിൽ ആണികളേറ്റൻ പാപശിക്ഷ പാടെ മറച്ചു. പാണികളിൽ ആണികളേറ്റൻ പാപശിക്ഷ പാടെ മറച്ചു. സ്വന്ത ജീവൻ ക്രൂശിൽ വെടിഞ്ഞു. പാപമാകും വൻകടം വീട്ടി പാപികൾക്കു മറവിടമായി. പാപമാകും വൻകടം വീട്ടി പാപികൾക്കു മറവിടമായി. ഭാരിച്ച ദുഃഖ കയത്തിൽ നിന്നും പാടെ തന്നു മോചനവും നീ. ഭാരിച്ച ദുഃഖ കയത്തിൽ നിന്നും പാടെ തന്നു മോചനവും നീ. സ്വന്ത ജീവൻ ക്രൂശിൽ വെടിഞ്ഞു.
പരിശുദ്ധ ദൈവമേ ഈശാ പാപനാശമോക്ഷിതരൂപാ പരിശുദ്ധ ദൈവമേ ഈശാ പാപനാശമോക്ഷിതരൂപാ പാരിലെങ്ങും പാടും നിന്നാമം പാവനാത്മാവിൻ കൃപയാലേ പാരിലെങ്ങും പാടും നിന്നാമം പാവനാത്മാവിൻ കൃപയാലേ സ്വന്ത ജീവൻ ക്രൂശിൽ വെടിഞ്ഞു പാപികൾക്കായി പ്രാണനെ നൽകി പാരെങ്ങും പരമോന്നതൻ നീ പാപികൾക്കാശ്രയവും നീ പാപികൾക്കാശ്രയവും നീ സ്വന്ത ജീവൻ ക്രൂശിൽ